ഹായ് ഹലോ. ഞങ്ങളുടെ കുഞ്ഞു പെണ്ണിന് ഞങ്ങൾ മുട്ടയടിക്കാൻ പോവുകയാണ്. അവൾക്കിപ്പോൾ 2.5 വയസ്സായി. സത്യം പറഞ്ഞാൽ കുറേ കാലങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ മാറി മാറി പോകുന്ന ഒരു കാര്യമായിരുന്നു ഈ മുട്ടയടിക്കലെന്ന് പറയുന്നത്. പഴനി ചെന്ന് മുട്ടയടിക്കണമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും വൈകിയത്. അങ്ങനെ ഞങ്ങളുടെ അവസരം ഇപ്പോൾ ഒത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് ഒരു രാത്രി 9 മണിയായപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. 2 മണിയായപ്പോൾ പാലക്കാട് എത്തി. അവിടെ നിന്ന് ഒരു 4 മണിക്കാണ് പഴനിയിലോട്ടുള്ള ട്രെയിൻ വരുന്നത്, അതായത് അമൃത എക്സ്പ്രസ്. ഒരു 2 മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ആയപ്പോൾ ഇതാണ്ട് പഴനിയിൽ എത്തിയിട്ടുണ്ട്. ഒരു 7 മണിയായപ്പോൾ ട്രെയിൻ ഇറങ്ങിയതും ആദ്യം തന്നെ ഒരു ചായയും ഒരു ഉഴുന്നുവടയും കഴിച്ചു. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ രാത്രിയൊന്നും ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കൂടി ആയപ്പോഴത്തേനും നല്ല വിശപ്പ്. നമ്മൾ ട്രെയിൻ ഇറങ്ങിയതും ഒരു കടയുണ്ടായിരുന്നു, അവിടെ ആട്ടോ ചായയും വടയും കഴിച്ചത്. കണ്ടു, ശുദ്ധമായ വെജ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. ഇനി ഫ്രഷായിട്ട് മുട്ടയടിക്കാൻ പോകണം. കുതിരവണ്ടി കണ്ടു, പക്ഷേ കുതിരവണ്ടിയിലൊന്നും കയറിയില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ റൂം എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും റൂമിലെത്തി ഫ്രഷായി അമ്പലത്തിലോട്ട് പോകാൻ നിൽക്കുവാണ് മുട്ടയടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പം തന്നെ സമയം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായി തുടങ്ങി. കാരണം ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേനും ഒത്തിരി സമയമായി. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി. ഇതാണ്ട് ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചിലാണ്, മുട്ടയടിക്കണ്ട പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. മുട്ടയടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ അറിയാം, പക്ഷെ അതെന്താണെന്ന് അവൾക്ക് അറിയത്തില്ല. ഫോണൊക്കെ കാണിച്ച് നോക്കി, ഒരു രക്ഷയില്ലായിരുന്നു, ഇരിക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് പിന്നെ അവസാനം മുട്ടയടിപ്പിച്ചു. നല്ല കരച്ചിലായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ